ശിവനും ഇലാഹും ഇല്ലല്ലയാണ് ഭൂമിയിലെ എല്ലാ മനുഷ്യരും. ഞാൻ മാത്രമല്ല, എനിക്ക് അത് ദർശനം നൽകി ഞാൻ അതിലൂടെ ദൃശ്യമായി അവനായിരിക്കുന്നു. നിങ്ങളും ഓരോരുത്തരും അവൻ തന്നെ, ഞാൻ തന്നെ, ആ ഒന്ന് തന്നെ. അല്ലാതെ ബാബ പള്ളിയിൽ വരുന്നില്ല, ബാബ എന്താണ് നിങ്ങളെ വിശ്വാസ ആദർശങ്ങളെ പോലെയല്ല പറയുന്നത്, വ്യത്യസ്തമായി പറയുന്നു പറഞ്ഞാൽ ബാബ ഈ നിങ്ങളെ മുസ്ലിമുകളാണ്, നാം ഇലാഹായിരിക്കുക. അഷ്ഹദു അൻ ലാ ഇലാഹാണ് ഞാൻ, നിങ്ങൾ അതാണോ? അതുകൊണ്ട് നിങ്ങൾ പള്ളി പോകണം. നിങ്ങൾ അജ്ഞരും അന്ധരുമാണ്. അത് നിങ്ങളെ അജ്ഞതയിൽ നിന്ന് അന്ധതയിൽ നിന്ന് നിങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി സംസ്കരിച്ചെടുക്കാനാണ് നിങ്ങളോട് പള്ളി പോകാൻ പറഞ്ഞത്. ബാബ ആ തലമെല്ലാം കഴിഞ്ഞ് ബാബ പള്ളിയിലായിരുന്നു കുറെ മുമ്പ്. ഈ പള്ളിയിൽ, നമ്മളെ പള്ളിയിൽ, മീൻചന്ത വട്ടക്കറിലെ പള്ളിയിൽ ബാബ മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ബാബനെ അറിയാം. ഞാൻ ആ പള്ളിയിൽ പോവുകയും അവിടെ ഫുൾ ടൈം പള്ളിയിൽ തന്നെ. ലാസ്റ്റ് പള്ളി പൂട്ടാനും കഴിയുന്നില്ല, അവർക്ക് ഭക്ഷണം കഴിക്കാനും പോകില്ല. അവർ ആകെ വിഷമായിട്ട് ബാബ ഒരു റക്അത്ത് നിസ്കരിക്കാൻ നിന്നാൽ ആ ഷഹാദത്ത് കൽമയിലൂടെയും ഫാത്തിഹയിലൂടെയും സഞ്ചരിച്ച്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിലൂടെ സഞ്ചരിച്ച് ആ ദൃശ്യതെല്ലാം കണ്ട് രൂപാന്തരപ്പെട്ട് വന്ന് ഇതാവുമ്പോഴേക്ക് മണിക്കൂർ കഴിയുമ്പോൾ റക്അത്ത് നിസ്കരിച്ച് കഴിയാൻ. അപ്പോൾ 3-4 റക്അത്ത് നിസ്കരിക്കാൻ കുറേ മണിക്കൂറാണ്. നിങ്ങൾക്ക് പള്ളിയും പൂട്ടാൻ കഴിയില്ല, ജമാഅത്ത് ഒന്നും നടക്കില്ല. അതുകൊണ്ട് ബാബ പുറത്തു പോയേ പറ്റൂ. അതുകൊണ്ട് ബാബ വീട്ടിൽ വന്നിട്ടാണ് ഇപ്പോൾ ആ ദൃഷ്ടാന്തത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് റസൂലുള്ളാഹിയുടെ സഹാബക്കൾ കംപ്ലൈൻറ്റ് പറഞ്ഞു. റസൂലുള്ളാഹിൻ്റെ അടുത്ത് തൂഫത്തിൻ്റെ ആളുകൾ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പറഞ്ഞു അവർ നിസ്കരിക്കുന്നില്ല, അവർ നോമ്പ് പിടിക്കില്ല, എന്താ റസൂലുള്ളാഹി നിങ്ങളെന്താ അവരെ ശരിയാക്കാത്തെന്ന് വെച്ചപ്പോൾ റസൂലുള്ളാഹിക്ക് പറഞ്ഞത്, ആയത്ത് അറിയത്, അവര് നടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നുകൊണ്ടും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയും ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതൊന്നും വെറുതെ അല്ല സൃഷ്ടിച്ചത്, ആ അള്ളാഹുവിൻ്റെ ദൃശ്യതയാണ്, ദൃഷ്ടാന്തമാണ് എന്ന അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അവര് അതിൽ നിന്ന് ഇറങ്ങിയ ഒരു മനുഷ്യതലത്തിലേക്ക് വന്ന് അള്ളാഹുവിൻ്റെ തലത്തിൽ നിന്നും നിസ്കരിക്കാനും ഇതിലൊക്കെ വരുന്നതല്ല. അള്ളാഹുവിൽ വിലയം പ്രാപിച്ച് അള്ളാഹും ഇലാഹും ഇല്ലായിരിക്കുന്നവരാണ് അവർ. ഈ പ്രപഞ്ചനാഥനും പ്രപഞ്ചവും നിറഞ്ഞിരിക്കുന്ന എന്നോട് ഇവിടെ വരുന്ന പള്ളിയിലേക്ക് വരാൻ പറഞ്ഞാൽ അത് നിങ്ങളുടെ തല അജ്ഞതയുടെ അന്ധകാരത്തിൻ്റെയും ജന്തു സഹജമായ നിങ്ങളുടെ തലമാണ് നിങ്ങൾ പറയുന്നത്. ബാബനോട് പറഞ്ഞാൽ എന്താ ചെയ്യാ? അള്ളാഹും റസൂലും നിങ്ങളിൽ ഇരിക്കുക എന്ന് പറഞ്ഞ ഫലം അന്നഫിക്ക് റസൂൽ, ഇത് നിങ്ങളറിയില്ലല്ലോ. അള്ളാഹും റസൂലും നിങ്ങളിൽ തന്നെയാണ്. ബാബ അള്ളാഹും റസൂലും ഞാൻ തന്നെയാണെന്നുള്ള ആ തലത്തിൽ